ഇംഗ്ലീഷിലെ കുറച്ച് കൺട്രാക്റ്റഡ് ഫോംസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ഐ വിൽ എന്നുള്ളതിന്റെ കൺട്രാക്റ്റഡ് ആണ്. ഇത് ഐ ആം എന്നുള്ളതിന്റെ കൺട്രാക്റ്റഡ് ആണ്. ഇത് ഐ ഹാവ്, ഐ ഹാഡ് അല്ലെങ്കിൽ ഐ വുഡ്, ഹി ഹാസ് ഇവിടെ, അല്ലെങ്കിൽ ഹി ഈസ് ഇവിടെ, ദേ ആർ എന്നുള്ളതിന്റെ കൺട്രാക്റ്റഡ് ഫോംസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇത് എഴുതാനുള്ള കാരണം പലരും ഇതിങ്ങനെ എഴുതുമ്പോൾ ഐ വിൽ എന്ന് തന്നെയാണ് വായിക്കുക. ഇങ്ങനെ ഒരു കോംബോ വരുമ്പോൾ ഐ വിൽ എന്നാണ് വായിക്കുക. തെറ്റാണ്. ഇത് വായിക്കുന്നത് ഐ വിൽ എന്നാണ്. അയൽ 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 അങ്ങനെയാണ് വായിക്കുക. ഇത് ഐ എം എന്നാണ് വായിക്കുക. ഐ ആം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ എം. ഇതിങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്ന ആൾ ഇങ്ങനെ എഴുതുന്നത്. സോ ഐൽ, ഐ എം, ഐ എഫ്. ഐ ഹാവ് എന്നല്ല, ഐ എഫ്, ഐ എഫ് അങ്ങനെയാണ് എഴുതേണ്ടത്. സോറി, വായിക്കേണ്ടത് ഐ എഫ്. സോ ഇത് ഐഡ്, 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 ഐഡ് കണ്ടോ. ഐ ഹാഡ് എന്നുള്ളതും ഐഡ് ഗോൺ ദർ, ഐഡ് ഗോൺ ദർ. ഐ ഹാഡ് ഗോൺ ദർ എന്നുള്ളതിന് പകരമാണ് ഐഡ് ഗോൺ ദർ എന്ന് പറയുന്നത്. ഐഡ് ഹവ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നേനെ, ഐഡ് ഹവ് സീൻ ഹിം. സോ അത് നമുക്ക് പറയാൻ എളുപ്പത്തിനാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആക്കാനാണ് നമുക്ക് ഇങ്ങനെയുള്ള ഫോം ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഹീസ്, ഹീസ്. ഇത് ഹി ഹാസ് എന്നാണെങ്കിലും ഹീസ് എന്നാണെങ്കിലും നമ്മൾ ഇങ്ങനെ വായിക്കുക. ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഹി ഹാസ് എന്നാണ് നമ്മൾ ഇവിടെ എഴുതിക്കണമെങ്കിൽ ഇപ്പുറത്തെ ഒരു V3 വെർബിന്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കും വരാം. ഹിസ് ഡൺ ദാറ്റ്, ഹിസ് ഡൺ ദാറ്റ്, ഹിസ് ഡൺ ദാറ്റ്, അവനത് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ING ഫോം ആയിരിക്കും, അപ്പൊ ഇവിടെ ഈസ് ആയിരിക്കും വരാം. സോ ഹിസ് ഡൂയിങ് ദാറ്റ്, ഹിസ് ഡൂയിങ് ദാറ്റ് എന്ന് വെച്ചാൽ ഹി ഈസ് ഡൂയിങ് ദാറ്റ് ആണ്. ഹിസ് ഡൺ ദാറ്റ് എന്ന് വെച്ചാൽ ഹി ഹാസ് എന്നുള്ളതാണ് അർത്ഥം വരും. ഇവിടെ there, there, they are എന്നല്ല, there കണ്ടോ. ഇങ്ങനെയാണ് കൺട്രാക്റ്റഡ് ഫോംസ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത്. മറക്കരുത് കേട്ടോ.